السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين والحمد لله رب العالمين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു റമളാനിൽ ഇബാദത്തുകൾ ചെയ്ത് ധന്യമായി പരിശുദ്ധ റമളാനെ അനുകൂല സാക്ഷിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു റമളാൻ എത്തിക്കുക അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം റമളാനിൽ ആരാധനകൾക്ക് വല്ലാത്ത മൂല്യമുള്ള സമയങ്ങളാണ്, വലിയ മൂല്യമുള്ള ദിനരാത്രങ്ങളാണ്. സുന്നത്തുകൾക്ക് ഫറദിൻ്റെയും ഫറദിന് 70 ഫറദിൻ്റെയും ഒക്കെ പ്രതിഫലം 70 700 ഇരട്ടി പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ മെഗാ ഓഫറായി നമുക്ക് നൽകുമ്പോൾ അതിനെ സ്വീകരിക്കുകയും ആത്മീയമായി ഉന്നതി പ്രാപിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ നെഫ്സിനെ, അവൻ്റെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് നമ്മുടെ ശരീരങ്ങളെ അള്ളാഹുവിന് വേണ്ടി ആരാധനയിൽ അർപ്പിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠോരമായ ശിക്ഷയെ, നാളെ മഹ്ശറയെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാൾ അള്ളാഹുവിൻ്റെ മുന്നിലെ നൃത്തം ഭയപ്പെടുകയും അവൻ ചെയ്യുന്ന അവൻ്റെതായ ഇച്ഛകൾ, ശരീരത്തിൻ്റെ ഇച്ഛകൾ, ആ ഇച്ഛകളിൽ നിന്ന് ശരീരത്തെ തടയുകയും ചെയ്താൽ സ്വർഗം തന്നെയാണ് അവൻ്റെ മടക്ക സ്ഥലം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മുടെ ശരീരം ഒരുപാട് ഇച്ഛകൾ ഉണ്ടാകും. ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാൻ പിശാച് കെണിവല തയ്യാറാക്കിയിരിക്കുകയാണ്. ആ പിശാചിനെ ചങ്ങലയിൽ ബന്ധിക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. പിശാച് ചങ്ങലയിലാണ്. ആ ചങ്ങലയിൽ മനുഷ്യൻ്റെ പൈശാചികതയെ ചങ്ങലക്കിട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും അവന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുകയും അവന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതുകയും ദിക്റും സ്വലാത്തും തസ്ബീഹും അങ്ങനെ തുടങ്ങി ഇബാദത്തുകൾ കൊണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുക. അതാണ് അള്ളാഹുവിനെ ഭയന്ന് റബ്ബിൻ്റെ നൃത്തം. നാളെ കോടതിയിൽ 50,000 കൊല്ലത്തെ വഴിദൂരമുള്ളൊരു ദിവസമാണല്ലോ. ആ ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിന് ഒരുവൻ തയ്യാറായാൽ അവൻ്റെ മടക്ക സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗം ഓഫറായി നൽകുന്ന മെഗാ ഓഫറുമായിട്ടാണ് പരിശുദ്ധ റമളാൻ മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പത്താണിത്. അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 അനുഗ്രഹത്തിൻ്റെ 10ആണ്. ഈ പരിശുദ്ധമായ റമളാനു ശരീഫിനെ അനുകൂല സാക്ഷിയാക്കാൻ ഏതെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ചോദിച്ചുകൊണ്ട് റബ്ബിൻ്റെ കരുണയെ തേടി ഈ റമളാനിൽ ആരാധന നിമിത്തരായി ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയത്ത് നൽകുകയാണ്. ഈ നിലയിൽ അള്ളാഹുവിനെ ഓർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകളിലായി ജീവിതം മുന്നോട്ട് ഗമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതേ അള്ളാഹു റമളാനിൻ്റെ ആദ്യത്തിൽ മുസ്ലിങ്ങളിലേക്ക് നോക്കുന്നതാ. പരിശുദ്ധ റമളാൻ, ഈ റമളാനിൻ്റെ ആദ്യത്തിൽ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നല്ലാഹ തആല യൻദുറു ഫീ അവ്വലി ലൈലത്തിൻ മിൻ ഇലൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിലേക്ക് അള്ളാഹു നോക്കുന്നതാണ് ഈ പവിത്രമായ റമളാനിൻ്റെ തുടക്കം. എന്നിട്ടോ വമൻ നദറ ഇലൈഹി, അതാ ഏതെങ്കിലും ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യുന്ന ലം യുഅദ്ദിബുഹു, അള്ളാഹു അവനെ പിന്നെ ശിക്ഷിക്കുന്നതല്ല.
പിന്നെ അള്ളാഹുവിൻ്റെ നോട്ടം ഈ പവിത്രമായ റമദാനു ഷരീഫിൻ്റെ തുടക്കത്തിൽ നമ്മിലേക്ക് നോക്കിയാൽ അള്ളാഹു പിന്നെ അവനെ ശിക്ഷിക്കുന്നതല്ല, വയഗ്ഫിർ അവനിക്ക് എന്ത് ചെയ്യുന്നു, അതാ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, ഫി ആഖിരി ലൈലത്തിൻ മിൻ, അതാ പവിത്രമായ ഈ റമദാനു ഷരീഫിൻ്റെ റമദാനിൻ്റെ അതാ രാത്രിയിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, അതിലെ അവസാന രാത്രിയിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതുകൊണ്ട് റമദാൻ നമ്മിലേക്ക് കടന്നു വന്നു. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, റമദാനു ഇലാ റമദാൻ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വസ്സലാത്തു ഇലസ്സലാ മുകഫിറത്തുൻ, അതേ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മുകഫിറാത്തുൽ ലിമാ ബൈനഹുൻ, ഇതിൻ്റെ ഒന്നിൻ്റെ ഇടയിലുള്ള പാപമോചനമാണ്. ഏതുവരെ? ഇദജ്തനിബൽ കബായിർ, വൻദോഷങ്ങൾ വർജിക്കുന്നുവെങ്കിൽ. വൻദോഷങ്ങൾ ചെയ്താൽ അവൻ അതിന് തൗബ വേണം. എന്നാൽ ഒരു നിസ്കാരം തുടങ്ങി, ഒരു ളുഹറിന്റെ നിസ്കാരം നിസ്കരിച്ചു, അടുത്ത ളുഹർ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്, അതിനൊന്നു ചെയ്യുന്നതോടുകൂടി നമ്മുടെ പാപങ്ങൾ കൊഴിയുകയാ. ആ നിസ്കാരത്തോടെ അവൻ്റെ ചെറുദോഷങ്ങൾ, ളുഹറിന് ശേഷമുണ്ടാകുന്ന ചെറിയ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയാ. അങ്ങനെ അസർ നിസ്കരിച്ച് അസർ കഴിഞ്ഞ മഗ്രിബ് വരെ നമ്മിൽ വന്ന് ഭവിക്കുന്ന ചെറുദോഷങ്ങൾ എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരികയാണ്. എന്നതുപോലെ ഓരോ വഖത്ത് നിർണയിച്ച് ഈ നിലയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ജുമുഅ, ഒരു ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജീവിതം, അവൻ്റെ ആ ജീവിതത്തിനിടയിൽ വന്നു പോകുന്ന ചെറുദോഷങ്ങളെല്ലാം നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പുറത്തു നൽകുകയാണ്. എന്താ കാരണം? അടുത്തൊരു ജുമുഅയിലേക്ക് അവൻ കടക്കുന്നതോടുകൂടി വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി, ഒരു ജുമുഅ മുതൽ അടുത്തൊരു ജുമുഅ വരെ അവനിക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളെ പൊറുക്കലാണ്, അവൻ്റെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരുന്നതാണ്. മുകഫിറാത്തുൽ ലിമാ ബൈനഹുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. ഇപ്പോൾ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ കൊണ്ട് ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ. അപ്പോൾ അങ്ങനെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ നിലയിൽ നമ്മൾ പാപങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും കഴുകി ശുദ്ധിയാക്കി അള്ളാഹുവിങ്കലേക്ക് നമുക്ക് മടങ്ങണം. ആ മടങ്ങാനുള്ള നല്ല അവസരങ്ങളാണ് പരിശുദ്ധ റമളാൻ. നല്ല മാസമാണ് പരിശുദ്ധ റമളാൻ. റമളാനിൽ ഇബാദത്തുകൾ കൊണ്ട് ഒരുപാട് മൂല്യങ്ങളെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷേ റമളാൻ പെട്ടെന്ന് കഴിഞ്ഞു പോയാൽ ഈ ഒരു മാസം വന്ന് നമ്മിലൂടെ റമളാൻ നമ്മെ തഴുകി തലോടി നമ്മെ സംശുദ്ധമാക്കി കടന്നു പോകാനാണ് അള്ളാഹു ഈ ഉമ്മത്തുകൾക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് ഈ റമളാൻ തന്നിരിക്കുന്നത്. ഇത്രയും വലിയ പവർ, ഇത്രയും പകിട്ടാർന്ന ഒരു സൽക്കർമ്മം മറ്റു ഒരു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അള്ളാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് 83 വർഷം ചില്വാനം ഇബാദത്തുകൾ ചെയ്യുന്ന ആ പ്രതിഫലം ഒരൊറ്റ രാത്രി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് അള്ളാഹു നൽകിയത്. അപ്പോൾ ഓരോ റമളാനിലും ലൈലത്തുൽ ഖദറിനെ പുൽകാൻ സൗഭാഗ്യം ലഭിക്കുന്നവന്റെ പ്രതിഫലം നാളെ മഹ്ശറയിൽ എത്രമാത്രം വലുതാണ്. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റമളാൻ കഴിഞ്ഞു പോയിട്ട് കാര്യമില്ല. റമളാൻ എത്താൻ വേണ്ടി 2 മാസക്കാലത്തോളം ദുആ ചെയ്തതാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൻ്റെ തുടക്ക ദിവസമാണല്ലോ ഇന്ന് മുതൽ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും തറാവീഹ് നിസ്കരിക്കാനും മറ്റു സൽക്കർമ്മങ്ങൾക്കെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് തയ്യാറാവുക. നമ്മൾ ഈ റമളാൻ നമുക്ക് വിട പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമായി നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി തെളിമയാർന്ന ഹൃദയത്തോടെ പരിശുദ്ധ റമളാനെ യാത്രയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് നൽകിക്കൊണ്ട് പരിശുദ്ധ റമളാനിൽ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ദുആ വസിയത്തോടെ
ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.